ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരുടെയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. ഭോഷ്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല, അവർ കാരണമില്ലാത്തവർ തന്നെ. നല്ല ഓട്ടം തികച്ചു വിശ്വാസത്തെ കാത്തു നിന്മേലുള്ള നല്ല ഓട്ടം തികച്ചു വിശ്വാസത്തെ കാത്തു നിന്നിടുന്നവർക്കായി നീതിയും കിരീടം നീതിയുള്ള കാത്ത് വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും. നീതിയും കിരീടം നീതിയുള്ള കാത്ത് വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും. പരമാനന്ദമേ വരത്തിലെന്നമേ വരികിലേശുവേ കൂടെ വസിച്ചിടാമെന്നോ കൂടെ വാണിടാമെന്നോ കൂടെ പാടിടാമെന്നോ അരുമനാമനെ കൂടെ പാടിടാമെന്നോ പാടിടാമെന്നോ കൂടെ പാടിടാമെന്നോ അരുമനാമനെ കൂടെ പാടിടാമെന്നോ. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മദറിന്റെ വേർപാടോടുള്ള ബന്ധത്തിൽ എനിക്കൊരു സാക്ഷിയായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വിലപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയ മദർ എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയാകുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവരുടെ കുടുംബത്തിൽ അവർ 5 പെൺമക്കളാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് സാക്ഷ്യം നിർത്തിക്കൊള്ളാം. കാരണം അനേകര് പറഞ്ഞാൽ തീരാത്തവണ്ണം സാക്ഷിയുടെ ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. ഇന്ന് പറഞ്ഞാൽ തീരില്ല, അതുമാത്രം പറയുവാൻ ഒരുക്കമുള്ളവരിവിടെയുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഈ പ്രിയ മദറിനെ ഞങ്ങളെല്ലാം സംബോധന ചെയ്യുന്നത് കൊച്ചമ്മാമ എന്നാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാണാൻ ഭംഗിയുള്ളത് ഈ പ്രിയ കൊച്ചമ്മാമയായിരുന്നു. അവരുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയത് ഈ പ്രിയ മദറായിരുന്നു. അന്നെന്റെ ഓർമ്മ, ഞാൻ പെന്തിക്കോസിലല്ല എങ്കിൽ തന്നെയും ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കുടുംബത്തെ കുറിച്ച് ഞങ്ങളുടെ ദേശത്ത് ഒരു വിലപ്പെട്ട മതിപ്പുള്ളതാണ്. ബഹുമാനപ്പെട്ട ഈ പ്രിയ മദറിന്റെ ക്ലാസ്മേറ്റ് പ്രിയ മജിസ്ട്രേറ്റ് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞോണം തന്നെ അത്രമാത്രം ഒരു വിലപ്പെട്ട സ്വഭാവത്തിന് അടിമകളാണ്, അത്ര വിലപ്പെട്ട ഒരു സ്നേഹത്തിന്റെ ഉടമകളാണ് ഈ പ്രിയ ഭവനം. സാധാരണക്കാര് നാം ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹബന്ധമല്ല ഈ കുടുംബത്തിന്റെ. അവരുടെ ആകെ പ്രത്യാശയും സ്നേഹവും വിശുദ്ധന്മാര്, ദൈവമക്കള്, ഇങ്ങനെയുള്ളതായ ഒരു ബന്ധമല്ലാതെ ഇവർക്ക് ഒന്നും അറിയത്തില്ല. ആ കാലങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ വല്യമ്മച്ചി വലിയൊരു പ്രാർത്ഥനാ വീരയായിരുന്നു. ഇവരുടെ പിതാവിന് 5 പെൺമക്കളായപ്പോൾ എല്ലാവർക്കും പറഞ്ഞു എല്ലാവരും പെൺമക്കളാണ്. ഞാൻ 2ാമതാ ഭവനത്തിൽ ചെന്നപ്പോൾ എന്റെ ഭാര്യയുടെ പിതാവ് പറഞ്ഞു, എനിക്ക് ആൺമക്കളില്ല, ഞങ്ങൾ മകനെ ഒരു ആൺമോനെ പോലെയാണ് കരുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ ജീവിപ്പാൻ നിൽക്കണം. എനിക്ക് കർത്താവ് സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രിയ മദർ എന്നോട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ആൺ സഹോദരന്മാരില്ല, അതുകൊണ്ട് തരച്ചും ഞങ്ങൾക്കൊരു സഹോദരനെ ഒരു പിതാവായിരിക്കണം എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് പാലിപ്പാൻ നിൽക്കണം. എന്റെ ഈ നിമിഷം വരെയും
എന്റെ ദൈവം എനിക്ക് സഹായിച്ചതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ എല്ലാവിധ അനുഗ്രഹത്തിന്റെ ഉറവിടം, എന്റെ നന്മയുടെ ഉറവിടം ഈ പ്രിയ മദറിന്റെ ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. അത്രമാത്രം ഒരു വിലപ്പെട്ട ഒരു വലിയ സ്നേഹത്തിന്റെ ഉടമയായിരുന്നു പ്രിയ മാതാവ്. ഈ പ്രിയ മദർ കൂടി ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് മുഴുവൻ ഞാൻ പറഞ്ഞാൽ, എന്റെ പ്രിയ കൊച്ചമ്മാമയെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത്രമാത്രം ഒരു വിലപ്പെട്ട ഒരു രാജകുമാരിയായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ പ്രിയ മദർ മരിക്കുന്നതിന് ഏതാണ്ട് ചില മണിക്കൂറുകൾക്ക് മുൻപ് ഭവനത്തിലേക്ക് ഫോൺ വന്നു. അമ്മാമയ്ക്ക് നല്ല സുഖമില്ല, പെട്ടെന്ന് വരണമെന്ന്. ഞാൻ എത്രയും പെട്ടെന്ന് ഞാനും എന്റെ ഭാര്യയും എന്റെ മൂത്ത സഹോദരിയെയും കൂട്ടി പെട്ടെന്ന് ഞാൻ ഇവിടെ കടന്നു വന്നു. ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് നീ വന്നോ എന്ന് ചോദിച്ചു. എന്നാൽ എനിക്ക് ആ സാഹചര്യവും ആ വെപ്രാളവും ആ സ്വോത്രം പറച്ചിലും അലയിലേക്ക് കേട്ടപ്പോൾ എനിക്കറിയാം, ഈ 62 വയസ്സ് വരെ ഈ വായിൽ നിന്ന് ഉയരാത്ത അത്തരത്തിലുള്ളതായ ഒരു വിഷമസന്ധി തന്റെ വായിൽ കൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിന് താങ്ങാൻ വയ്യാത്തതായ വിഷമമാണ്. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റി, എന്താണ് ഇത്ര വേദന എന്ന് ചോദിച്ചപ്പോൾ, എന്റെ വയറ്റിൽ നല്ല സുഖമില്ല, എന്തോ ഞാൻ കഴിക്കാൻ വയ്യ, കഴിച്ച അവിടെ ഛർദ്ദിക്കുകയാണ്, എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ, എനിക്ക് തീരെ വയ്യ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ വാക്ക് എന്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിച്ച് പുറത്തിറങ്ങി. ബഹുമാനപ്പെട്ട പാസ്റ്ററോട് പറഞ്ഞു, അച്ഛാ ഇതുപോലെ നമുക്ക് തീരെ സൗഖ്യമില്ലാത്ത അവസ്ഥയാണ്. എന്നോട് പറഞ്ഞു, സാരമില്ല, ദൈവം ഇതെല്ലാം മാറ്റും, നമ്മുടെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ദാസൻ ഒരിക്കലും ഒരു പോയിന്റ് പോലും ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നാൽ എന്റെ ഹൃദയത്തിൽ എനിക്കത് തോന്നി, ഇത് അവസാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ സഹോദരിമാരെയും എന്റെ ചില കൂട്ടുവിശ്വാസികളെയും ഒക്കെ ഞാൻ അന്നേരം അറിയിച്ചു. എന്റെ മകനെ പെട്ടെന്ന് സൗദിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക, എന്റെ അഭിപ്രായത്തില് കൊച്ചുമാമിക്ക് തീരെ വയ്യ, അത്യാവശ്യം നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ജീവനോടെ എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് കണ്ടു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രമാത്രം ശരീരത്തിൽ കഷ്ടതയുണ്ടെങ്കിലും ആരെയും സ്വന്തം സഹോദരിമാരെ പോലും അവരുടെ കൂടെ പിറന്നതായ സഹോദരിമാരോട് പോലും തന്റെ വിഷമസന്ധികൾ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് വിഷമമല്ലേ, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് എന്റെ ദൈവം എനിക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെയാണ് വായിൽ നിന്ന് വരുന്ന വാക്കുകള്. ആകയാൽ പ്രിയ മാതാവ് വളരെ കഷ്ടശരീരത്തെ സഹിച്ചെങ്കിലും ഒരു മനുഷ്യരെ പോലും അറിയിക്കാതെ താൻ അത് കഷ്ടം സഹിച്ചുകൊണ്ട് താൻ പ്രിയപ്പെട്ട കർത്താവിൽ ചേർത്തുള്ളൂ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓർക്കുമ്പോൾ ഹൃദയത്തിൽ താങ്ങാനാവാത്ത ദുഃഖമുണ്ടെങ്കിൽ തന്നെയും എന്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷമുള്ളത്, അനേകരും മരിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തിൽ അനേകരായിരിക്കുമ്പോൾ എന്റെ കർത്താവ് ഒരു മനുഷ്യരെ പോലും കഷ്ടപ്പെടുത്താതെ, ഒരു വ്യക്തികളെ പോലും കഷ്ടപ്പെടുത്താതെ താൻ പ്രിയപ്പെട്ട കർത്താവിൽ പറഞ്ഞു മരിച്ചു. അതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബത്തിലും അങ്ങനെ തന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. പ്രിയ വല്യമ്മച്ച് മരിക്കുമ്പോഴും പറഞ്ഞു, ഞാൻ അന്ന് കയറി കിടക്കുവാൻ പോവുകയാണ്, നിങ്ങൾ ആരും കരയരുത്, ഞാൻ എന്റെ ഭവനത്തിൽ പോവുകയാണ്. പറഞ്ഞു തീർന്നു, അമ്മച്ചി മരിച്ചു. ഇവരുടെ പിതാവിന്റെ അടക്കത്തിന് ഞാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ ഉള്ളപ്പോൾ മോനെ, നീ ഉള്ളപ്പോൾ വേണം എനിക്ക് മരിക്കുവാൻ. അങ്ങനെ തന്നെ സാധിച്ചു, പറഞ്ഞു മരിച്ചു. അങ്ങനെ പെട്ടെന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ താൻ പ്രിയപ്പെട്ട കർത്താവിൽ ചേർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. മരണം എല്ലാവർക്കും ഉള്ളതാകുന്നു. എന്നാൽ മരണത്തിൽ പല കാര്യങ്ങളിനകത്തുള്ള നമ്മുടെ സ്വഭാവ ജീവിതം, ഒന്ന് നാം ഏത് നിലയിലുള്ള വ്യക്തിയായിരുന്നാലും നമ്മെ ഭരിക്കുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മരിച്ചു മൺപറഞ്ഞാലും നമ്മെ കുറിച്ച് ചിന്തിക്കുന്നതായ ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സൽസ്വഭാവങ്ങള്, നമ്മുടെ ജീവിതത്തിന്റെ സൽപ്രവൃത്തികള് നാം മരിച്ചു മൺപറഞ്ഞാലും നമ്മെ പിന്തുടരും. അങ്ങനെ നല്ലൊരു സൽസ്വഭാവത്തിനും സൽ ഗുണത്തിനും സൽ നന്മയ്ക്കും ഒരുടമയായിരുന്നു പ്രിയ കൊച്ചമ്മാമ. ചെയ്ത എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൊച്ചമ്മാമിക്ക് വേണ്ടി ഇവിടെ സഹായിച്ചതായ, ഇവിടെ കരുതിയതായ ബഹുമാനപ്പെട്ട പാസ്റ്റോടും ഇവിടെയുള്ളതായ ചെയ്യുന്നവരുള്ളതായ എല്ലാ ദൈവമക്കളോടും, വിശേഷാൽ അതിന് മുൻപിൽ പ്രവർത്തിച്ച യൗവനക്കാരായ പ്രിയ ജോൺസനെ, തങ്കച്ചനെ, സന്ധി, ഇവരൊക്കെയും അത്ഭുതമായി അവരുടെ സമയങ്ങളെയാതെ, അവരുടെ സമയങ്ങൾ നോക്കാതെ ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും ഇതിനു വേണ്ടി സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത എല്ലാ നല്ല സഹായങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. പ്രിയ അമ്മാമ്മയിൽ കൂടി ചെയ്ത നല്ല പ്രവർത്തനങ്ങള് ഇവിടെ അനേക സാക്ഷ്യങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കാണിച്ച നല്ല മാതൃകളെ പിന്തുടർന്നുകൊണ്ട് എനിക്ക് വെച്ചിരിക്കുന്ന അല്പസമയം, എന്റെ മുൻപിൽ അല്പസമയം എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് വെച്ചിരിക്കുന്ന ആ സമയം ഞാൻ സ്ഥിരതയോടി എന്റെ കർത്താവിന്റെ വിരുദ്ധ പ്രാപിപ്പാർത്തക്കണം ഞാൻ എന്നെ തന്നെ ദൈവത്തിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് എന്റെ സാക്ഷി ചെയ്യുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭം
കർത്താവ് എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഞാൻ അമ്മാമ്മയെക്കുറിച്ച് 2 വാക്ക് പറയുന്നതിന് മുൻപ് ചിലരും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ബഹുമാനപ്പെട്ട ദുബായ് സെൻട്രൽ പാസ്റ്റർ സണ്ണിച്ചായൻ ഈ വിവരം അറിഞ്ഞ് ഉടനെ എന്നെ വിളിക്കുകയും എൻ്റെ സംസാരത്തിൽ വളരെ ആ തൊണ്ട ഇടറുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. താൻ പറഞ്ഞത് വലിയ ഷോക്കിംഗ് ന്യൂസായി പോയി. പ്രിയ മകനോട് ചേർന്ന് 3 വർഷം 3 സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചു. അത് മറക്കാനാവാത്ത സന്ദർഭങ്ങളാകുന്നുവെന്ന് ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസൻ്റെയും കൂട്ടുവേലക്കാരുടെയും ആ അനുശോചനം ഈ സമയം അറിയിക്കുന്നു. അതുപോലെ തന്നെ റിയാദിലായിരിക്കുന്ന ഡമാമിലായിരിക്കുന്ന കർത്തദാസൻ റോയി 2 വരി അനുശോചനം അറിയിച്ചിരിക്കുന്നു. മുഖത്തെ പ്രവേശിച്ച പ്രിയ അമ്മാമ്മയെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ബാല്യം മുതൽ പ്രിയ അമ്മാമ്മ എനിക്ക് മാതൃതുല്യമായിരുന്നു. ആകസ്മികമായ വേർപാട് തികച്ചും ദുഃഖമുളവാക്കുന്നുവെങ്കിലും വിശ്രമമില്ലാതെ വിശ്വസ്തയോടെയും കർത്താവിന് ശുശ്രൂഷ ചെയ്തതിനാൽ ലഭിക്കുന്ന പ്രതിഫലത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ അവസാനമായി കാണുമ്പോൾ അമ്മമ്മ പറഞ്ഞ വാക്ക് ഓർക്കുന്നു. എവിടെയായിരുന്നാലും സിയോനിൽ കാണുവാനായി നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്തൃ ശുശ്രൂഷയിൽ ബ്രദർ റോയി, ദമാം, സൗദി അറേബ്യ. അതുപോലെ ചില സഹോദരങ്ങൾ സന്ദേശങ്ങൾ എഴുതി അറിയിക്കാൻ എന്നുള്ള സമയമില്ലാത്തതിനാൽ അവരുടെ പേരുകൾ മാത്രം ഓർപ്പിക്കുന്നു. പറവന്തൂർ സാങ്കുട്ടിയാൻ മോളമ ദമാമിൽ നിന്നും, ബ്രദർ ഐസക് കുളത്തൂപ്പുഴ യാംപൂരിൽ നിന്നും, പാസ്റ്റർ റോബിൻ ഓസ്ട്രേലിയയിൽ നിന്നും, പാസ്റ്റർ പോൾരാജ് റിയാദ് സൗദി അറേബ്യയിൽ നിന്നും, ബ്രദർ എബി കുടുംബം, ജോൺസൺ കുടുംബം പാലക്കാട് റിയാദിൽ നിന്നും, ബ്രദർ മോനിച്ചൻ കുടുംബം കായംകുളത്തിൽ നിന്നും കായംകുളം റിയാദിൽ നിന്നും, സക്കറിയ കുടുംബം സണ്ണി കുടുംബം ഭരണിക്കാവ് ജദ്ദയിൽ നിന്നും അനുശോചനം അറിയിച്ചിരിക്കുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമയം കടന്നുപോയല്ലോ. ഈ അമ്മാമയ്ക്ക് 2 മാവിമാരായിരുന്നു. അതിലൊരു മാവിയായിരുന്നു തലവടിയിൽ വെച്ച് കർത്താവിൽ ശുശ്രൂഷയിലിരിക്കെ കർത്താവിന് നിദ്ര പ്രാപിച്ച മദർ കൊച്ചന്നമ്മ. അടുത്ത മാവി എൻ്റെ അമ്മയായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മാമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ടെങ്കിലും ഒരു സമയമില്ല. നേരത്തെ കേട്ടതുപോലെ അമ്മാമ്മയ്ക്ക് അവരെ 5 പെൺമക്കളായിരുന്നതിനാൽ ഞങ്ങളെ സ്വന്തം ആങ്ങളമാരെ പോലെ ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ച് വന്നത്. എൻ്റെ ജ്യേഷ്ഠനും ഈ അമ്മാമ്മ ഏതാണ്ട് 6 മാസത്തെ മറ്റേ വ്യത്യാസമേ ഉള്ളു പ്രായത്തിൽ. അവർ 2 ഇരട്ടക്കുട്ടികളെ പോലെയാണ് വളർന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാകുന്നു. പേരുകൊണ്ട് കുഞ്ഞുമോളെങ്കിലും നേരത്തെ കേട്ടതുപോലെ ഒരു വലിയ മോളായിരുന്നു. ഞങ്ങളെ കൊച്ചമ്മാമയെന്ന് വിളിക്കുമെങ്കിലും ഒരു വലിയ മാമ തന്നെയായിരുന്നു. ഒരു മാതാവിന്റെ സ്ഥാനം മാത്രമല്ല, ഒരു പിതാവിന്റെ സ്ഥാനവും പ്രിയ അമ്മാമ്മ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ അമ്മാമ്മയ്ക്ക് ലഭിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ മുഖച്ഛായ തന്നെയായിരുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നു, അതുപോലെ തന്നെ മുഖം തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ തോന്നുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ജീവിതത്തിന് നല്ല നാളുകളെല്ലാം കർത്താവിന്റെ വേലക്കായിട്ട് താൻ പ്രവർത്തിച്ചു, അധ്വാനിച്ചു. സ്തോത്രം. കർത്താവിന്റെ വേലയ്ക്ക് വരുന്നതിന് മുൻപ് തന്നെ സ്തോത്രം ഈ ഒരു സുശേഷ വേലക്കാരിയെ പോലെ ആയിരുന്നു ജീവിതം. നേരത്തെ നാം കേട്ടതുപോലെ വേറെ ജോലിക്കൊക്കെ പോയി ശ്രമിച്ചെങ്കിൽ അതൊന്നും നടന്നില്ല, അതൊന്നും ദൈവം ഇഷ്ടമല്ലായിരുന്നു അവർക്ക് തന്നെ മനസ്സിലായി. ജോലിക്ക് ശ്രമിച്ചവർക്കും മനസ്സിലായി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്ലെങ്കിൽ സമയം കടന്നുപോയതിന്റെ സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ചെറുപ്രായത്തിലേക്ക് അമ്മയുടെ വീട്ടിൽ പോയി ഈ വെക്കേഷനൊക്കെ സമയം ചെലവഴിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പഴയ കാലത്ത് 10-40 വർഷത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുകയാവുന്നു. അന്നൊക്കെ അവിടെ അമ്മയുടെ വീട്ടിൽ പോയി 2 നാൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ഷർട്ടൊക്കെ മേടിച്ച് അതിന് വലിയ സന്തോഷമാണ്. വീട്ടിൽ ഷർട്ടില്ലാഞ്ഞിട്ടോ എനിക്ക് ഷർട്ടില്ലാഞ്ഞിട്ടോ അല്ല. എന്നാൽ ഒരു നാൾ എന്നെ കൊച്ചമ്മ ടൈപ്പും ചോട്ടാനും പഠിക്കാൻ പോയ സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോൻ ഇഷ്ടമുള്ള ഷർട്ട് മേടിക്കുക. എന്നെ സണ്ണി മോൻ എന്നാണ് വിളിക്കുന്നത്. സ്തോത്രം.
ഷർട്ട് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊന്ന് കണ്ടു. പക്ഷെ അത് കൊച്ചമ്മാമയ്ക്ക് അച്ചിരി അത്ര ഇഷ്ടപ്പെട്ടിരിച്ചിരി കളർ കൂടി. എന്നോട് പറഞ്ഞു നീ ഇത് കൊണ്ടുപോയ ഉപ്പാപ്പ വഴക്ക് പറയും സ്തോത്രം. എന്നാൽ എൻ്റെ ഇത് കണ്ട് അത് മേടിച്ചു തന്നു. മേടിച്ച് കൊച്ചമ്മാമ മേടിച്ചു തന്നിട്ട് ഞാൻ പോരാൻ നേരത്ത് ആ കടക്കാരനോട് ഏതോ ഒന്ന് രഹസ്യം പറയുന്നത് കേട്ടു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പൈസ കയ്യിലില്ല, പിന്നെ തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അതെനിക്കറിയാം. ഇപ്പോഴും ഞാൻ ഓർക്കും, ഇന്നായിരുന്നെങ്കിൽ അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മേടിപ്പിക്കത്തില്ലായിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ സ്തോത്രം സഹോദരങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ജീവൻ കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ദർഭത്തിൽ അമ്മാമ്മയെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. എനിക്ക് കടന്നു വരുവാനുള്ള സമയവും സാഹചര്യവും ഇല്ലായിരുന്നു. ഓഫീസിൽ അതുപോലെ തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ഈ കടന്നു വന്ന് ഞാൻ സൗദിയിൽ നിന്ന് കടന്നു വന്നു. എൻ്റെ പെങ്ങള് ദുബൈയിൽ ഖത്തറിൽ നിന്ന് കടന്നു വന്നു. ഒരു പെങ്ങള് ബോംബെയിൽ നിന്ന് കടന്നു വന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ കാണുന്ന ജനസമൂഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അമ്മാമ്മയുടെ പ്രവൃത്തി. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ മരിക്കുന്നതിന് ഇതുവരെയും ഈ കൊച്ചമ്മാമ്മയ്ക്ക് വേണ്ടി ഒരു രോഗം വന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അമ്മാമ്മയ്ക്ക് ഷുഗറിൻ്റെ അസുഖമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ 2 ദിവസം മുമ്പാണ് ഇങ്ങനെ അറിഞ്ഞത്. അന്ന് വിളിക്കുവാൻ പറ്റിയില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എന്നാൽ അത്യാവശ്യം ഒരു വലിയ വിഷമൊന്ന് ചൊവ്വാഴ്ച കേട്ടപ്പോൾ ഞാൻ വീടുകളിൽ പറഞ്ഞു. അവിടുന്ന് അവർ ഓടി വന്നു. അവരുടെ മധ്യത്തിൽ എൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ കർത്താവിൽ നിന്ന് പ്രാവശ്യം ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേക ഞാൻ ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാവിലെ ഞാൻ പെട്ടെന്നൊരു പാട്ട് പാടി. സ്തോത്രം. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ പാട്ട് പാടി? ഇപ്പോൾ ആരോ മരിക്കാൻ പോകുന്ന ആശ്വാസമേ എനിക്ക് ഏറെ തെങ്ങിടുന്നുള്ള പാട്ടാണ് ഞാൻ പാടിയിട്ട് കഴിഞ്ഞതിനാണ് ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനാണ് ഈ പാട്ട് പാടിയത്? ആരാണ് എത്ര വ്യത്യാസം എന്നല്ലേ കഴിയുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. ആരെയും എൻ്റെ മനസ്സിൽ കണ്ടില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം മുന്നേ ഞാൻ കണ്ടിരുന്നു. പ്രിയമാമയെ കൊണ്ട് ചിരിച്ച അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. തേജസ്സേറിയ സുവിശേഷം അവർ വിശ്വസ്തയോടെ ചെയ്ത് ഒരു തേജസ്സായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ സ്തോത്രം. അടിയനെയും കുടുംബത്തെയോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ മുന്നിലുള്ള ഓട്ടസ്ഥിരതയോടുകൂടി വിടുതൽ പ്രാപിപ്പാൻ പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരുന്നു. കാരണം ഞങ്ങളുടെ മാതാവിനെക്കുറിച്ച് ഞങ്ങൾ 5 പെൺമക്കളായിട്ട് വളർന്നു. ഞങ്ങളെ വളർത്തി ചെറിയ പ്രായത്തിൽ എല്ലാവരും സ്നാനങ്ങൾക്ക് അനുവദിച്ചിട്ടാണ് പ്രായിപ്പാനും എല്ലാ ആത്മീയമായി ജീവിപ്പാനും എൻ്റെ കർത്താവ് ഞങ്ങൾക്കിടയാക്കി. സ്കൂളിൽ വിട്ട് വന്ന ഉടനെ ഞങ്ങൾ കഴിച്ചവരോട്ടാണ് ഓടിപ്പോകുന്നത്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. പ്രിയ കുഞ്ഞുങ്ങൾ 6 മാസം പ്രായമായപ്പോൾ അവിടെ ഫോട്ടോ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. അമ്മയുടെ മടിയിലിരുന്ന് മരിച്ചു. അതുപോലെ അവസ്ഥയായി. അമ്മയെടുത്ത് കയ്യിലെടുത്തോണ്ട് പ്രാർത്ഥിച്ച് കർത്താവെ ഈ പയ്യനെ തെളിയുകയാണെങ്കിൽ കർത്താവിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് സൗഖ്യം കൊടുത്തു. വളരെ ആരോഗ്യമുള്ളവളായി വളർന്നു വന്നു. അച്ഛനെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവൾ വിലായിലേക്ക് കടന്നു പോകാൻ നിൽക്കണം. കർത്താവടിയാക്കി അവിടെ ചെന്ന് അച്ഛൻ്റെ പോകാൻ ചർച്ചകോട്ടിലായതിനാൽ ചർച്ചകോട്ടിലുള്ള സഹായത്തിന് പോയി അവർക്ക് വലിയ പ്രയാസമായിരുന്നെങ്കിലും അവിടെയുള്ളൊരു പാസ്റ്റർ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്കായി നേർന്നിട്ടുണ്ടോ? ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു നടത്തിപ്പോയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങനെ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവിടെ കടന്നു വന്നു. വീട്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മാതാവിൻ്റെ മരണം. അവൾ പറഞ്ഞു, കർത്താവ് എൻ്റെ 48ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ അവൾ പറഞ്ഞു, കർത്താവ് എൻ്റെ അമ്മ ജീവനോട് തരികയാണെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അവൾക്കിടയാക്കി. ഞങ്ങളെ 5 പേരിലും അവളെ ഏറ്റവും വിടുകയും ഞങ്ങൾ വീട്ടിൽ സ്കൂളിൽ പോകാൻ നേരം എല്ലാവരും വെള്ളം വെക്കുമെങ്കിലും അവൾ അച്ഛൻ്റെ മുമ്പിലും അമ്മച്ചയുടെ മുമ്പിലും എല്ലാം വളരെ സ്റ്റേണായിട്ട് നിൽക്കും. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, സ്കൂളിൽ ആനിവേഴ്സറിക്ക് പോയി ഞങ്ങൾ 3 പേരും കൂടി പോയി. ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞ് സന്ധ്യയായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ ഒരു പടിയും കൊണ്ട് നിൽക്കുവാണ്. ഞങ്ങളെ പെരുകി ചുറ്റിനോട്ട് ഓടിച്ചു. ഇനി ഏതെങ്കിലും സമയത്ത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ എൻ്റെ കൊച്ചു സൗകര്യം അടിച്ചു. അവൾ ആടിയിൽ നിന്ന് മാറി അങ്ങനെ ഒരു മിടുക്കിയായിട്ട് തന്നെയാണ് അവൾ വളർന്നു വന്നത്. 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ സാർമാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താകണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എഴുതി കൊടുത്തു മദറാകണമെന്ന്. ഹിന്ദു ടീച്ചറായിരുന്നു. അവർക്ക് മനസ്സിലായില്ല മദറാകുന്നത് എന്താണെന്ന്. പിന്നെ എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാനത് പറയുക എന്തെങ്കിലും കർത്താവിടെയാക്കി. അങ്ങനെ അവളെ മദർ തന്നെ ആക്കി തീർത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
എല്ലാ കാര്യങ്ങളും ഭംഗിയോടെ ചെയ്യുകയും എടുക്കുകയും ഒക്കെയും ചെയ്തുകൊണ്ടിരുന്നു. അവൾ പല സ്ഥലങ്ങളിൽ ജോലി പേര് ചെയ്തു. അവിടെ എല്ലാം അന്നത്തെ കാലത്തൊന്നും ഫോണില്ലല്ലോ. ഞങ്ങൾ എഴുത്തയക്കും. ഞങ്ങളെ ഹൃദയത്തിൽ അവൾ വിട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വിട്ടിട്ടില്ലായിരുന്നു. അവിടെ ശബ്ദം കേൾക്കാതെ ഞങ്ങൾ പിരിക്കാനൊക്കെയില്ല. കഴിഞ്ഞ മാസയോഗത്തിന് അധ്യാപീറ്റിങ് ഇറങ്ങിയപ്പോഴും കണ്ടു. മാസയോഗം കഴിഞ്ഞ് അവിടെ മുറി കയറാതെ ഞാൻ പോരുകയില്ല. അവിടെ കയറി ചെന്നപ്പോൾ അവളോട് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ക്ഷീണം വന്നാലും നിനക്ക് നോക്കുവാൻ എത്ര പേരുണ്ട്. അപ്പോൾ ഡൈസനും ലാലി എല്ലാവരും ഓടി വന്നു. അവളെ പിടിച്ചുകൊണ്ട് പോകുന്നതുമെല്ലാം ഞാൻ കണ്ടു. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് ഞായറാഴ്ച വിളിച്ചില്ല, ശനിയാഴ്ച വിളിച്ചില്ല, തിങ്കളാഴ്ച വിളിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ വിളിക്കല്ലേ പാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഞാൻ വിളിച്ചില്ല. ചൊവ്വാഴ്ച രാവിലെ ഡേയ്സം വിളിച്ചു പറഞ്ഞു അമ്മാമ എത്രയും കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി അതോ കാര്യം സംഭവിക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ അനിയനെയും കൂട്ടി ഞങ്ങൾ 7 മണിയായി ഇവിടെ കടന്നു വന്നു. മറ്റു സൗകര്യമായിരുന്നു. 4 പേർ അവിടെ ചുറ്റിനിരുന്നു പ്രാർത്ഥിപ്പാനും പല കാര്യങ്ങൾ പറയുവാനും. ഇങ്ങനൊരു മരണം സംഭവിക്കുന്നത് ഞങ്ങൾ ഓർത്തില്ല. പല കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവളെ വിളിച്ച് പറയും കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ പലതും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവിടെ വിശ്വാസ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ അവരോട് പറ നീ എന്തെങ്കിലും ടെൻഷനൊന്നും എടുക്കരുതെന്നൊക്കെ എന്നോട് പറയും. അങ്ങനെ പറഞ്ഞ് അവിടെ ഇരുന്നു പറയുമായിരുന്നു. അങ്ങനെ 4 പേരും കൂടെ അവിടെ ഇരുന്നു. 9:30 ആകുമ്പോൾ നിങ്ങളെല്ലാവരും പോയി ചോറുണ്ടാൻ പറഞ്ഞു. ഞാൻ വേണ്ടി 9:30 ആയതേ ഉള്ളൂ, ഇപ്പോഴാണ് ചോറുണ്ടെന്ന്. അങ്ങനെ പറഞ്ഞു 1 മണി വരെയും പറഞ്ഞ് 2 പേര് അങ്ങോട്ട് എണീച്ച് പോയി. ഞാൻ പറഞ്ഞു ദൈവം നിനക്ക് കൃപ തരും. ഈ ഇവിടെയുള്ള വിശ്വാസങ്ങളെയൊക്കെ വളരെയധികം സ്നേഹം, ഇവിടെ വിശ്വാസ വീട്ടിലുള്ള സൗകര്യമാരെ എനിക്ക് വളരെയധികം ആശ്വാസമാണെന്നൊക്കെ പറയുവാൻ കർത്താവ് ഇടയാക്കി. ഈ വിശാലമായ വേല ചെയ്യുവാൻ അവർക്ക് ദൈവം കൃപ കൊടുത്തല്ലോ. അവർക്ക് ഏറ്റവും വൃത്തിയുള്ള ഭരണത്തിൽ കടന്നു വന്നാൽ ഞങ്ങൾ ചെയ്യുന്നൊന്നും ബോധിക്കത്തില്ല. ഇപ്പോഴാണല്ലോ അങ്ങനെ കടന്നു വരാത്ത. പണ്ട് കാലത്തൊക്കെ പ്രാർത്ഥന വെക്കുമ്പോൾ സൗകര്യമാരെയൊക്കെ പറഞ്ഞ് വീട്ടിൽ വിടുമായിരുന്നു. അപ്പം ഞങ്ങൾ ചെയ്യുന്നൊന്നും ബോധിക്കത്തില്ല. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവിടെ